ആൺകുട്ടികളില്ലാത്ത, അതുപോലെ ഭർത്താവ് കൂടെ മഹറമായി പോരാൻ സാഹചര്യങ്ങൾ അനുവദിക്കാത്ത പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് തനിയെ മറ്റ് ഉംറ ഗ്രൂപ്പുകളിൽ ആ ഗ്രൂപ്പിൻ്റെ ഒരു അമീറിനെ അല്ലെങ്കിൽ മറ്റൊരാളെ മഹറമായി തിരഞ്ഞെടുത്തുകൊണ്ട് ഉംറ ചെയ്യാമോ എന്നാണ് ഇവരുടെ ചോദ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്ത്രീകൾ ഉംറക്ക് മാത്രമല്ല എങ്ങോട്ടാണെങ്കിലും നമസ്കാരം ഖസ്റാക്കാൻ അനുവദനീയമായ ഒരു യാത്ര ഒരു സ്ത്രീ നിർവഹിക്കുകയാണെങ്കിൽ നിർബന്ധമായും അവർക്ക് മഹറം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് തെറ്റിച്ചുകൊണ്ടുള്ള യാത്ര ഹറാമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മഹറമില്ലാതെ യാത്ര അനുവദനീയമായ ചില ഘട്ടങ്ങളുണ്ട്. അത് പണ്ഡിത ലോകത്തിന്റെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ്. അതായത് ഗത്യന്തരമില്ലാത്ത വേളകളിൽ പല സന്ദർഭങ്ങളായിട്ട് പണ്ഡിത ലോകം അത് വിവരിക്കുന്നുണ്ട്. ഗത്യന്തരമില്ലാത്ത, മഹറമില്ലാതെ സ്ത്രീ യാത്ര ചെയ്യേണ്ടുന്ന ഘട്ടങ്ങൾ, അവിടെയൊക്കെ അവർക്ക് അങ്ങനെയാവാം. എന്നാൽ ഇവിടെ ഭർത്താവോ മക്കളോ ഇല്ലാത്ത, അല്ലെങ്കിൽ ഭർത്താവുണ്ട് മക്കളുമുണ്ട്, അവരാരും നിർബന്ധമായ ഉംറ അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാൻ അവർ സഹകരിക്കുന്നില്ല എങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരവസ്ഥയാണ് അവർക്കുള്ളത് എങ്കിൽ അവർക്ക് യാത്ര അനുവദനീയമാണ്. വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണിത്. ഏതായിരുന്നാലും ഒരു സ്ത്രീക്ക് എല്ലാ നിലയിലും സുരക്ഷിതത്വം ഉറപ്പുണ്ട് എങ്കിൽ അവർക്ക് മഹറമില്ലാതെ യാത്ര ചെയ്യാവുന്നതാണ് എന്നാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ സുരക്ഷയാണ് ഇതിലുള്ള വിഷയം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നിന്നുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. അദിയെ, ഹൈറയിൽ നിന്ന്, കൂഫയിലെ ഹൈറയിൽ നിന്ന് പരിശുദ്ധമായ കഅബയിലേക്ക് ഒരു ശക്തിയെയും ഭയപ്പെടാതെ, ഒരു അക്രമിയെയും ഭയപ്പെടാതെ ഒരു സ്ത്രീ സുരക്ഷിതത്വ ബോധത്തോടുകൂടെ യാത്ര ചെയ്യുന്ന കാലം വരാൻ പോകുന്നു എന്ന് മഹാനായ പ്രവാചകൻ സ്വഹാബിവര്യനോട് പറയുക. അങ്ങനെ സുരക്ഷിതത്വത്തോടുകൂടെ സ്ത്രീ യാത്ര ചെയ്ത സംഭവം അരങ്ങേറുകയും ചെയ്തു എന്ന് മഹാനായ അദീ ഇബ്നു ഹാത്തിം പറഞ്ഞ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആ സംഭവത്തെ ആധാരമാക്കിക്കൊണ്ട് സ്ത്രീകൾ നിർഭയത്വം, സുരക്ഷിതത്വ ബോധം ഉറപ്പുള്ള ഘട്ടത്തിൽ അവർക്ക് മഹറമില്ലാതെ യാത്ര ചെയ്യാവുന്നതാണ് എന്ന് ഈ ഹദീത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാഹു അഅലം.